ഹായ് ഓൾ, ഞങ്ങളിപ്പോൾ ശ്രീകൃഷ്ണ മന്ദിരത്തിലാണുള്ളത്. ലെറ്റ്സ് സീ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കണം, കണ്ടു നോക്കാം. ഇതാണ് കേട്ടോ എൻട്രി. ആൻഡ് ഇവിടുന്ന് നേരെ നമ്മൾ കയറിയിട്ടാണ് ഇതിൻ്റെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും ആർട്ട് വർക്ക്സ് ഒക്കെ കണ്ടത്. ആൻഡ് വൃന്ദാവനത്തിനെ രക്ഷിക്കാൻ വേണ്ടി ഗോവർദ്ധന പർവ്വതം ഉയർത്തി ആ സീനാണ് കേട്ടോ ഇവിടെ. ശ്രീകൃഷ്ണ ഭഗവാൻ, ശ്രീകൃഷ്ണനും കൂട്ടുകാരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. യശോദാമ്മൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ നേരെ വരുമ്പോൾ മുൻപിൽ തന്നെ ഇത് നല്ല രസമുള്ളൊരു സംഭവമാണ്. ഗോവർദ്ധന പർവ്വതം 7 ദിവസം ഉയർത്തി നിന്ന് ശ്രീകൃഷ്ണൻ ചെറുവിരലിൽ, അതാണ് ആ കാണിക്കുന്നത്. ചെറുവിരലിലാണ് 7 ദിവസം വലിയ മല ഉയർത്തി നിന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഫ്രണ്ട് ഭാഗം വരുന്നത്. ഫ്രണ്ട് ഭാഗത്ത് ഈ ഒരു കൊത്തുപണി കാണുന്നുണ്ട്. ഇത് മന്ദര പർവ്വതത്തിന് പാലാഴിമതനാണ് ഇത് കാണിക്കുന്നത്. വാസുകിയെ വെച്ചിട്ട് ദേവന്മാരും അസുരന്മാരും അമൃതിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പാലാഴി കടഞ്ഞതാണ് കാണുന്നത്. ഇത് അസുരന്മാരും മറ്റേത് ദേവന്മാരും ആണ് കാണിക്കുന്നത്. അസുരന്മാരെ വാസുകി എന്ന് പറഞ്ഞ പാമ്പാണ്. ഭയങ്കര നാഗരാജനാണ്, നാഗങ്ങളുടെ രാജാവാണ് വാസുകി. ആൻഡ് മന്ദരപർവ്വതത്തിൻ്റെ ശക്തി സഹിക്കാൻ കഴിയാതെ വാസുകി വിഷം തുപ്പി, കാളക്കൂട വിഷം. ആ ഒരു വിഷം ഭൂമിയിലേക്ക് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ശിവഭഗവാൻ അതെടുത്തിട്ട് കുടിക്കുന്നതാണ് കാണുന്നത്. മുകളിൽ ഗംഗാദേവി ശിവഭഗവാന്റെ ജടയിൽ, ദേവന്മാർ ആ സൈഡിലും അസുരന്മാരാണ് ഈ സൈഡിലും. പർവ്വതത്തിന്റെ ശക്തി വാസുകിക്ക് താങ്ങാൻ കഴിയാതെ ആയപ്പോൾ വിഷ്ണു ഭഗവാൻ കൂർമാവതാരം എടുത്തിട്ട് മന്ദര പർവ്വതത്തിനെ ഉയർത്തി നിർത്തി. പാലാഴിയിൽ നിന്ന് തേജസ്സുള്ള ഓരോന്നോ പൊന്തി വന്നു. അവസാനം അമൃതം വന്നു. ധന്വന്തരിയാണ് തോന്നുന്നു അമൃതകുംഭായിട്ട് വന്നത്. ഉച്ചൈസ്രവസുണ്ട്, ഉച്ചൈസ്രവസാണ്. ആ കയറി വരുന്നത് കാണിക്കുന്നത് 2 ആനകളെ കാണുന്നുണ്ട്. പിന്നെ മേലെ ശ്രീകൃഷ്ണനും അർജുനനാണ്. മഹാഭാരത യുദ്ധത്തിന്റെ ഒരു സീനാണ്. അർജുനന്റെ തേരാളിയായിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ ഇരുന്നതാണ് കാണുന്നത്. ഇതിൽ ലക്ഷ്മി ദേവി ഉണ്ട് ഉയർന്നു വന്നിരിക്കുന്നത്. ലക്ഷ്മി ദേവിയാണ് ഇത്. ദാറ്റ്സ് ഓൾ. രാധാകൃഷ്ണൻ ഒപ്പം ഒരു സന്യാസി ഇരിക്കുന്നുണ്ട്. ഇത് വസുദേവര് കൃഷ്ണനെ അമ്പാടിയിലേക്ക് കൊണ്ടുപോവുകയാണ് യമുനയിൽ കൂടെ. അപ്പോൾ അനന്തനം, അത് വിഷ്ണു ഭഗവാന്റെ ആ നാഗത കൃഷ്ണന് മഴ കൊള്ളാതെക്കാൻ വേണ്ടിയിട്ട് തല ഇങ്ങനെ മൂടിക്കൊടുക്കണം. മഴയത്ത് പോകുമ്പോൾ ആ യമുന നദി 2ആയി മാറിക്കൊടുത്ത്. അതാണ് സംഭവം. ഒരു വ്യാളി അല്ലേ? അങ്ങനെ എന്താ അല്ലേ? എന്താ എനിക്ക് തോന്നുന്നത് പല്ലിന്റെ പോലത്തെ വ്യാളിയല്ല. അപ്പൊ ഇതെന്താ മുതലാണ്. ഇതിന് ശേഷം നേരെ മുകളിലേക്ക് ഇങ്ങനെ പോവാം. സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോവാണ്. ഒരു ഗുഹ പോലെയാണ് ഇതിൻ്റെ ഉള്ളിൽ. അപ്പം നമ്മൾ സ്റ്റെപ്പ് കയറി ഇങ്ങനെ വന്നു. ആൻഡ് നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് പൂതന. കൃഷ്ണൻ പൂതനേനെ കൊന്നത്. വലിച്ചു കുടിച്ചിട്ട് പൂതനേനെ കൊന്ന പൂതന അതാ വേദന കൊണ്ട് പൊളഞ്ഞു. പശുവിന്റെ പാല് കൃഷ്ണന്റെ ലൈഫ് സ്റ്റോറിയാണ് തോന്നുന്നു. വെണ്ണ കട്ട് തിന്നാണ്. ബലരാമന്റെ പുറത്ത് കയറി യശോദ അടിക്കാൻ വരികയാണ് കണ്ടെത്തിയിട്ട്. അതിനുശേഷം കാളിയമർദ്ദനാണ് കേട്ടോ. കാളിയമർദ്ദനം. ब्रह्माजी श्री कृष्ण के दर्शन करते हुए ബ്രഹ്മാവ് കൃഷ്ണനെ വണങ്ങാണ്. ശ്രീകൃഷ്ണൻ ബ്രഹ്മാവിന് ദർശനം കൊടുക്കുകയാണ്. भगवत सुनते हुए श्री देवचंद्र जी को श्री कृष्ण दर्शन एवं तारतम मंत्र प्राप्ति.
श्री प्राणनाथ जी हरिद्वार में धर्म चर्चा करते हुए. ധർമ്മ ചർച്ച ഇതാണ് പ്രാണനാഥ് ജി എന്ന് തോന്നുന്നു. ഗ്ലാസ് വർക്ക്സ് ആണ്. ഇതെന്താ? ശ്രീ ദേവചന്ദ്രജി ശ്രീകൃഷ്ണന് പാല് കൊടുക്കുന്നത്, ദൂത് അതാ പാല് കൊടുക്കാണ് ശ്രീകൃഷ്ണന്. കറണ്ട് പോയി. പ്രസാദ് പ്രാപ്ത കർത്തേ ഹുയി. നല്ല രസമുണ്ട് മേലുള്ള ഈ ആർട്ട് വർക്ക്സ് ഒക്കെ. भगवत कथा सुनते समय श्रीदेव चंद्र जी को श्री कृष्ण का साक्षात्कार कि भगवत गीता कथा श्री देवचंद्र जी नवनतपुरी धाम के यमुना प्रकट करते हुए. ആർട്ട് വർക്ക്സ് അടിപൊളിയാണ് ഇവിടുത്തെ. പ്രാണനാഥ് ജി ഇവിടുത്തെ ആർട്ട് വർക്ക്സ് ഒക്കെ അടിപൊളിയാണ്. ഇത് ഉണ്ടാക്കിയ ആരെയാണ് സല്യൂട്ട് കൊടുത്തത്. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ലൈഫ് ഹിസ്റ്ററിയാണ് ഇവിടെ. ഓരോരോ ലൈഫിൽ ചെറുപ്പം തൊട്ടിട്ട് ഉള്ള എല്ലാ രാജാവായി മധുരയ്ക്ക് പോണ വരെയുള്ള എല്ലാ കാര്യങ്ങളും ആണ് ഇവിടെ കൊത്തുപണിയായിട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് ഫ്ലോർ കണ്ടു കഴിഞ്ഞു, ഇനി സെക്കൻഡ് ഫ്ലോറിലേക്ക് പോകാം. श्री प्राणनाथ जी द्वारा महाराज छत्रसाल को രാജതിലക്. ഓ, श्री प्राणनाथ जी द्वारा सर्वधर्म സമഭാവ് ശിക്ഷ ഗോപികമാരെ ഒളിപ്പിച്ച് വെച്ചിട്ട് ശ്രീകൃഷ്ണൻ ഗോപികമാരുടെ വസ്ത്രം മോഷ്ടിച്ചിട്ട് കളിപ്പിച്ച ഒരു ഇതാണ് ഇവിടെ കാണിക്കുന്നത്. ഗോപികമാര് കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ. ആൻഡ് അടുത്തതായിട്ട് കാണിക്കുന്നത് ദ്രൗപദി കാ ചീർഹരൻ. പാണ്ഡവര് ചൂതുകളിയിൽ തോറ്റപ്പോൾ ദ്രൗപദീനെ പണയം വെച്ചു. അങ്ങനെ ദുശാസനൻ പരസ്യമായിട്ട് ദ്രൗപദീനെ വസ്ത്രാക്ഷേപം ചെയ്ത് അപമാനിക്കുകയാണ്. ശ്രീകൃഷ്ണൻ ദ്രൗപദീൻ്റെ കരച്ചിൽ കേട്ടിട്ട് ശ്രീകൃഷ്ണൻ ദ്രൗപദീനെ രക്ഷിക്കുന്നതാണ് അപ്പുറത്ത് കാണുന്നത്. പാണ്ഡവന്മാർ നിസ്സഹായരായിട്ട് നോക്കിയിരിക്കുകയാണ്. കളിക്കൂട്ടുകാരനായ സുദാമാവ് ദ്വാരകയിലെത്തിയപ്പോൾ സ്വീകരിക്കുന്ന ശ്രീകൃഷ്ണനെയാണിത് കാണുന്നത്. ഇപ്പുറത്ത് രുക്മിണി ദേവി. നെക്സ്റ്റ് കാണിക്കുന്നത് മീരാബായി കോ ശ്രീകൃഷ്ണ ദർശനാണ്. മീരാബായി ശ്രീകൃഷ്ണ ഭക്തയാണ്. ശ്രീകൃഷ്ണന് വേണ്ടി ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ച ആളാണ്. ശ്രീകൃഷ്ണൻ മീരാബായിക്ക് ദർശനം കൊടുക്കുന്ന ഒരു ഇതാണ് കാണുന്നത്. സൂര്യദാസ് കോ ശ്രീകൃഷ്ണ ദർശനാണ് നെക്സ്റ്റ് കാണിക്കുന്നത്. ശ്രീകൃഷ്ണൻ ദർശനം നൽകുന്നത്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഭാഗത്തേക്ക് കടന്നു നോക്കാം. ഇവിടെ ഗുരുജി മംഗളദാസ് ജി മഹാരാജ് ഗുരുജി മുഗൾദാസ് ജീനാണ്. ശ്രീകൃഷ്ണന്റെ രാസലീല നടുവിൽ ശ്രീകൃഷ്ണ രാധയുടെ ഒപ്പം ബാക്കി ഗോപികമാരുടെ ഒപ്പം അനേക രൂപങ്ങൾ എടുത്തിട്ട് എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നതാണിത്. ദയാറാം സാഹ്വേജി. മുകളിലൊക്കെ മിറർ വർക്ക്സ് ആണ്. ശ്രീരാജ് പ്രണാം എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകൃഷ്ണ പ്രണാം, ശ്രീരാധെ പ്രണാം എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. ഉള്ളിൽ ഒക്കെ മിറർ വർക്ക്സ് ആണ്. ആചാര്യ ശ്രീ ധർമ്മദാസ് ജി.
ആചാര്യനാണ്. നൗകാവിഹാരമാണ്. തോണി തുഴഞ്ഞു പോവുകയാണ്. ശ്രീകൃഷ്ണനും രാധാദേവി പിന്നെ തോഴിമാരും കൂടി തോണി തുഴഞ്ഞു പോകുന്ന ഒരു ഗോപികമാര്. പരമഹംസ രാംരതൻ ദാസ് ജി മഹാരാജ്. ഈ ഒരു ഹാളിൻ്റെ മിഡിൽ സെൻട്രലായിട്ട് വരുന്ന ഇതാണ് ഇത്. രുക്മിണി കൃഷ്ണൻ മധുരയിലെ കൊട്ടാരത്തില് ദ്വാരകയിലെ ശ്രീകൃഷ്ണൻ രുക്മിണിയോടൊപ്പം സഭയിൽ ഇരിക്കുന്നതാണ് കാണുന്നത്. രുക്മിണിയായിരുന്നു കൃഷ്ണന്റെ പട്ടമഹിഷി. ഇതാണ് മിഡിലിൽ ഏറ്റവും സെൻറ്ററിലായിട്ട് കാണുന്നത്. ഈ ഹാളിൻ്റെ ഏറ്റവും സെൻട്രലായി കാണുന്ന മെയിൻ ഭാഗമാണ്. ചുറ്റും ഗോപികമാരാണ് ഇരിക്കുന്നത്. കാണികൾ കുതിര കിടക്കുന്നു. അതിൻ്റെ അടുത്ത് ഒരു കഴുത ചാടി കളിക്കുന്നു. മോനുവിനെയാണോ പറയുന്നത്? അതിൻ്റെ ഉള്ളിൽ എന്താണ് പുറത്തുനിന്നുള്ള വെളിച്ചം വന്നിട്ട് നമുക്ക് തോന്നുകയാണ് നല്ല ഭംഗിയുണ്ട്. തീക്കനലിട്ട പോലെയാണ് അതിൻ്റെ ഉള്ളിൽ. ഓക്കെ, നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാണ് ഹാളിന്ന്. കുതിരയാണോ? ഒരു കൊമ്പ് കണ്ടില്ലേ? ശ്രീ രാധാകൃഷ്ണൻ. നമ്മൾ കഴിഞ്ഞൊന്ന് തെറ്റിദ്ധരിച്ചു, പക്ഷെ ഇനി വേറെയും ഹാളുണ്ട് കേട്ടോ. നമുക്ക് കയറി നോക്കാം. കൃഷ്ണന്റെ മിറർ വർക്ക്സ് ആണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. യശോദാമ്മ ശ്രീകൃഷ്ണന് പശുവിൻ്റെ അകിടുന്ന് പാല് ഇത് കറന്നു കൊടുക്കുകയാണ്. ഭഗവാൻ വെണ്ണ തിന്നുന്നത്. ഇത് ശ്രീകൃഷ്ണ മന്ദിരാണ് തോന്നുന്നു. ശ്രീകൃഷ്ണ ഭഗവാൻ വെണ്ണ കഴിക്കുന്നതാണ് ഈ കാണുന്ന മിറർ വർക്ക്. മുകളിലും ഉണ്ട് ഒരുപാട് വർക്ക്സ് ചെയ്തത്. മീരാഭായി ശ്രീകൃഷ്ണനും കാളിയമർദ്ദനാണ് ഈ ഒരു മിറർ വർക്ക്. മിറർ വർക്കാണോ ഗ്ലാസ് വർക്കാണോ അറിയില്ല, എന്തായാലും സംഭവം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും രാധാകൃഷ്ണൻ വെളിച്ചം വരുന്നുണ്ട്, അതിനെ കൊണ്ട് ഫേസ് ക്ലിയർ. ഇപ്പോൾ ഓക്കെ. ശ്രീകൃഷ്ണൻ വസുദേവർ കണ്ണനെ അമ്പാടിയിലേക്ക് കൊണ്ടുപോകുന്ന സീനാണിത്. അനന്തനാഗ അതാ കൃഷ്ണന് മഴ കൊള്ളാതെക്കാൻ വേണ്ടി തലേക്കൂടെ കൊട പോലെ നിൽക്കുകയാണ്. യമുനാ നദി രണ്ട് ഭാഗത്തേക്കും മഴയത്ത് നീങ്ങിക്കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത്. വിഷ്ണു ഭഗവാൻ കൃഷ്ണൻ്റെ പൂർണ്ണ സ്വരൂപം കാണിച്ചു കൊടുക്കുന്നതാണ് അർജുനന്. ആ ഒരു സന്ദർഭമാണ് ഇതിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. രാധാകൃഷ്ണ നമ്മളവിടെ കണ്ട് കൊത്തുപണികൾ തന്നെയാണ് ഇവിടെ. അവിടെ കൊത്തുപണികൾ, ഗ്ലാസ് വർക്ക്, ഗ്ലാസ് ആർട്ടിസ്റ്റാണ് അത് ചെയ്തിട്ടുള്ളത്. ഇത് നൗകാലീല, നൗകാവിഹാറാണ് കാണിക്കുന്നത്. ഗോപികമാരും കൃഷ്ണനും രാധയും ഇതാണ് നടുക്ക് മെയിനായിട്ട് ആ ഫ്രണ്ടിലിരിക്കുന്നത്. ഇതാണ് മഹാമംഗൾ പുരി ധാം. അതെല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട് ഗ്ലാസ്സിൽ. വൃന്ദാവനാണിത് കാണിക്കുന്നത്. ശ്രീകൃഷ്ണനും രാധയും. അർജുനനും ശ്രീകൃഷ്ണനും എല്ലാം ഇവിടെ കാണുന്നുണ്ട്. കൃഷ്ണൻ്റെ സർവ്വലീലയാണ് ഇതിൽ കാണിക്കുന്നത് തോന്നുന്നു വൃന്ദാവനത്തിൽ. ശ്രീകൃഷ്ണ പ്രണാമി മന്ദിർ, ഭിവാനി, ഹരിയാന. ഇത് ഹരിയാനയിലുള്ള ശ്രീകൃഷ്ണ മന്ദിറാണ് തോന്നുന്നു.
മഹാഭാരത യുദ്ധം അതാണ് ഇവിടെ കാണുന്നത്. ശ്രീകൃഷ്ണൻ അർജുനൻ്റെ തേരാളിയായിട്ടിരിക്കുന്നത്. കാണുന്നത് മുഴുവൻ രാധാകൃഷ്ണ ലീലകളും എല്ലാതുമാണ് ഇവിടെ കാണുന്നത്. യശോദാമ്മ ഉരലിൽ കെട്ടിയിട്ടപ്പോൾ ആ ഉരലും വലിച്ചുകൊണ്ട് പോയിട്ട് 2 മരങ്ങൾ കൂടി നിന്നിരുന്നു. 2 ദേവന്മാരായിരുന്നു അത്. ദേവന്മാർ ശാപം കൊണ്ട് മരങ്ങളായി മാറിയതാണ്. അത് പിളർത്തി അവർക്ക് ശാപമോക്ഷം കൊടുത്ത ഭഗവാനെയാണ് ഈ കാണുന്നത്. മേലുള്ള ശ്രീരാധേ ശ്രീ രാജശ്യാംജി, ശ്രീ രാധേകൃഷ്ണ എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. മോനെ കണ്ടോ? മോനു കുരിയൊക്കെ വരച്ചെടുത്തു. എങ്ങനെയുണ്ട് മോനു? നൈസ്. ഹായ്. അപ്പോൾ ശ്രീകൃഷ്ണ മന്ദിരത്തിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് കണ്ടത്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഫുള്ള് കാണുക. ഫുൾ വീഡിയോ ഞങ്ങളുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ്. ദാറ്റ്സ് ഓൾ. താങ്ക് യു. ബൈ.